നമ്മളിപ്പോൾ ബാംഗ്ലൂരിലുള്ള ആനക്കൽ താലൂക്കിലെ മധുരമ്മ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് പണിത ഈ ഒരു ഗോപുരം കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ സമയം രാത്രി ഇപ്പം 3 മണിയാണ്. അപ്പോൾ ഈ ഒരു 3 മണി സമയത്ത് നാളെയാണ് ഈ ഉത്സവം ഉള്ളത്. ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ മൊത്തം ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ 4 വലിയ ഗോപുരങ്ങൾ ഇതേപോലെ രഥത്തിനകത്ത് കൊണ്ടുവരും. അപ്പോൾ ഇതിന് ജാത്ര എന്നാണ് പറയുക. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ജാത്ര എന്നാണ്, ഇനി ജാട്ടർ എന്നാണെന്നും ഉറപ്പില്ല. ഇങ്ങനത്തെ ഈ ഒരു ഗോപുരം എന്ന് വെച്ചാൽ 120ഓളം കാളകളെ വെച്ചിട്ടാണ് ഇത് നീക്കിയിട്ട് മധുരമ്മ ക്ഷേത്രം വരെ കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു ഗോപുരം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രവും അതേപോലെ തന്നെ ഒരുപാട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് വെച്ചാൽ ഹീലളിക എന്നാണ്. ഹീലളിക എന്ന് തന്നെയായിരിക്കണം പറയുന്നത്. അപ്പം ഇതും ലൈറ്റൊക്കെ വെച്ചത് ശ്രീരാമനും ഇവിടെ കാണാം. രാമൻ തന്നെയല്ലേ? അതെ, ശ്രീരാമനാണ്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ഒരു ഗോപുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ 5 സ്ഥലങ്ങളിൽ നിന്നാണ് ഗോപുരം വരുന്നത്. പണ്ട് 12ഓളം സ്ഥലങ്ങളിൽ നിന്ന് ഈ ഒരു ഗോപുരങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു അടുത്തായിട്ടൊരു റെയിൽവേ പാളം വന്നതിന് ശേഷം ഈ റെയിൽവേ പാളങ്ങളെല്ലാം ഇലക്ട്രിക് ആക്കിയതുകൊണ്ട് തന്നെ ഇതേപോലെ 5 ഗോപുരങ്ങളിൽ ഈ ഗോപുരം ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ് കൊണ്ടുചേരുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഒരു ഈ ഒരു ഉത്സവം. ഏപ്രിൽ 5, 6, 7 ദിവസങ്ങളാണ്. അതായത് നാളെ ശനിയാഴ്ചയാണ് ഈ ഒരു ഗോപുരം അവർ തള്ളി നീക്കൊണ്ടുന്ന അവസാനഘട്ട പണികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസാനഘട്ട പണികളെല്ലാം കഴിഞ്ഞ് ഇത്രയും ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഫുള്ളായിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പണി നടക്കുന്നതിൻ്റെ വീഡിയോ അല്ല, ഷോർട്സ് നമ്മൾ ഇട്ടിരുന്നു. ഹീലളിക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ഈ ഒരു രഥം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത്തിരി ഔട്ടറിലാണ്. സമയം ഇത്രയും ലേറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരാൾ ഉറക്കം തൂങ്ങി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ബലൂണും അതേപോലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വിൽക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് ആൾക്കാർ ഇവിടെ കിടന്ന് ഉറങ്ങുന്നതും കാണാം. അപ്പം ഇതും ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മരത്തിന് മുകളിൽ ലൈറ്റിങ്ങിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിന് മേലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ചിത്രങ്ങൾ കാണാം. അങ്ങ് മേലെ ഒരുപാട് തരം ചിത്രങ്ങൾ കാണാം. പശുവും സിംഹവും അതേപോലെ തന്നെ ആരൊക്കെ ഉണ്ട്, ഇവരൊന്നും പേരറിയില്ല. പിന്നെ എല്ലാം കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത്. കണ്ടോ? അങ്ങ് മേലെ ഒരുപാട് ചിത്രങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഗോപുരം പണിതിരിക്കുന്നത്. ഇനി ഈ ഒരു ഗോപുരത്തിൻ്റെ വലുപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സൈസ് ഉണ്ട് ഈ ഒരു ഗോപുരത്തിൻ്റെ ഓരോ ടയറിൻ്റെ വലിപ്പം. നമുക്കിനി ഈ ടയറിൻ്റെ വലിപ്പം എത്ര എന്നുള്ളത് കാണാം. ഈ രഥത്തിൻ്റെ ഈ ഒരു ടയറല്ലേ, നമുക്ക് ദൂരം നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ ടയർ പോലെയാണ് തോന്നുക. എന്നെക്കാട്ടും വലിയ ടയറാണ്. കണ്ടില്ലേ? ഇത്രയും ചേർന്ന് നിൽക്കുന്ന സമയത്ത് ടയറിന് വലുപ്പം കണ്ടോ? വ്യത്യാസം കണ്ടില്ലേ? നമ്മൾ അപ്പോൾ രണ്ടാമത്തെ ഗോപുരത്തിന് മുമ്പിലേക്ക്, നേരത്തെ ഗോപുരം എന്ന് വെച്ചാൽ ഒരുപാട് ചിത്രങ്ങളും അതേപോലെ വേറൊരു തരം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് ചെയ്യണമെങ്കിൽ ഇത് വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ പച്ചയും ചുവപ്പും ലൈറ്റൊക്കെ ആയിട്ട് പല കളർ ലൈറ്റിങ്ങിന് താഴോട്ട് വേറൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ആക്ച്വലി രണ്ടാമത്തെ ഈ ഒരു ഗോപുരമാണ്. അപ്പം നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു രഥം തന്നെയാണത്. അപ്പോൾ ഈ ഒരു ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ അവിടെ കുറച്ച് വാഹനങ്ങൾ വരുന്നതാണ്. ഇതിൻ്റെ അവിടെ എന്ന് വെച്ചാൽ റെയിൽവേ ക്രോസിംഗ് വരുന്നുണ്ട്. റെയിൽവേ ക്രോസിംഗ് എല്ലാം നിലവിലെല്ലാം ഇലക്ട്രിഫൈഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക് ലൈന് പോകുന്നതുകൊണ്ടാണ് ഈ ഒരു ഗോപുരം ഈ റെയിൽവേ ക്രോസിങ്ങിൻ്റെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത്, ഈ ഒരു ഗ്രാമം ആ ഒരു സൈഡിലായിട്ടാണ് വരുന്നത്.